ഈ അടുത്തിടെ നമ്മുടെ പ്രധാനമന്ത്രി US സന്ദർശിച്ച വിവരം ഒട്ടുമിക്ക ആളുകളും അറിഞ്ഞു കാണുമല്ലോ. എന്നാൽ ഈ സന്ദർശനത്തിന് ശേഷം ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ വാഹന നിർമ്മാണ കമ്പനികൾക്ക് ഇപ്പോൾ വലിയ വെല്ലുവിളിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഈ സന്ദർശനത്തിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ, നമുക്കറിയുന്നതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കാറുകൾ ഇമ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള ടാക്സാണ് ഇത്രയും കാലം ഇന്ത്യ ഏർപ്പെടുത്തിയിരുന്നത്. ഏകദേശം 115% വരെയൊക്കെ ഇന്ത്യ കാറുകൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇവിടെ ടാക്സ് ഏർപ്പെടുത്തിയിരുന്നു. ഇത്രയും ഉയർന്ന ടാക്സ് നിരക്ക് കാരണമാണ് ഫോർഡ് പോലുള്ള പല പ്രമുഖ കാർ കമ്പനികളും ഇന്ത്യൻ വിപണി വിട്ട് പോയത് തന്നെ. കാരണം ഈ കമ്പനികൾക്ക് ഒന്നും തന്നെ വാഹനങ്ങൾ ഇന്ത്യക്ക് പുറത്ത് നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ വിൽക്കൽ ഒരിക്കലും സാധ്യമായിരുന്നില്ല. കാരണം ഈ 115% ടാക്സ് അടക്കുന്നതോടുകൂടി ഇവിടെ നിലവിലുള്ള വാഹനത്തിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന വാഹനത്തിന് അവർ വിൽക്കുമ്പോൾ വരുന്ന വില എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിൽ വലിയ മാറ്റമാണ് ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ US സന്ദർശനത്തിന് ശേഷം. അത് എന്താണ് എന്ന് വെച്ചാൽ, ഇത്രയും കാലം 115% ഇമ്പോർട്ട് ടാക്സ് ഏർപ്പെടുത്തിയിരുന്ന കാറുകൾക്ക് ഇനി മുതൽ വെറും 15% ടാക്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ്. ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കാര്യം മറ്റൊന്നുമല്ല, ഇലോൺ മസ്കിന് ഇപ്പോൾ ടെസ്ലയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. നമുക്ക് അറിയാവുന്നതുപോലെ ട്രംപ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും മുകളിൽ താരിഫ് ചുമത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ തന്നെ ട്രംപ് ഇക്കാര്യം പരാമർശിച്ചിരുന്നു. ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്നും കാറുകൾ ഇമ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ 100%-ലധികമാണ് ടാക്സ് ഏർപ്പെടുത്തുന്നത് എന്നും ഇത് വളരെ കൂടിയ ഒരു ടാക്സ് റേറ്റ് ആണ് എന്നും അദ്ദേഹം അവിടെ വിമർശിക്കുകയുണ്ടായി. ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഇത് വളരെ നല്ല കാര്യമല്ലേ. 115% ടാക്സിൽ നിന്നും 15% മാത്രം ഇമ്പോർട്ട് ടാക്സ് ഏർപ്പെടുത്തുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഈ കാറ് മേടിക്കുന്ന നമ്മുടെ പൗരന്മാർക്ക് തന്നെയല്ലേ അതിൻ്റെ ഗുണം ലഭിക്കാൻ പോകുന്നത്. കാരണം അത്രയും കുറഞ്ഞ വിലയിൽ കാറുകൾ കിട്ടും എന്ന ഒരു ധാരണ പൊതുവെ ഉണ്ടാകും. എന്നാൽ ഇത് കാര്യം ശരിയാണ്, പക്ഷേ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ലഭിക്കാൻ പോകുന്നില്ല. കാരണം ഈ ഒരു ഡീലിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ 30 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കാറുകൾക്ക് മാത്രമേ ഇത് ബാധകമാകുകയുള്ളൂ എന്നതാണ്. എന്ന് വെച്ചാൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഇപ്പോൾ 8 ലക്ഷമോ 10 ലക്ഷമോ രൂപ വില വരുന്ന കാറുകൾക്ക് ഇപ്പോഴും പഴയ അതേ നികുതി തന്നെയാണ്. 115% നികുതി ഇപ്പോഴും കൊടുക്കേണ്ടി വരികയാണ്. എന്നാൽ 30 ലക്ഷത്തിന് മുകളിൽ എന്ന് വെച്ചാൽ കയ്യിൽ പൈസയുള്ളവന് ഇപ്പോൾ ഗുണകരമാണ്. അതുപോലെ തന്നെ ഇത്തരം മുതലാളിമാർക്കും അവരുടെ കാറുകൾ ഇന്ത്യൻ വിപണിയിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ വളരെ നല്ല ഒരു അവസരവും കൂടി സൃഷ്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇത് ഇന്ത്യയിലെ വാഹന നിർമ്മാണ കമ്പനികളെ സാരമായ രീതിയിൽ തന്നെ ഇനി ബാധിച്ചേക്കാം. അങ്ങനെ ഇന്ത്യൻ വിപണി കീഴടക്കാനായി ഇലോൺ മസ്കിൻ്റെ ടെസ്ല വരുമ്പോൾ ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് കൂടി നടക്കുന്നുണ്ട്. എന്താണ് എന്ന് വെച്ചാൽ, ഈ നിയമം കാരണം ചൈനയിൽ നിന്നും BYD എന്ന കമ്പനിയും ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അപ്പോൾ ടെസ്ലയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. കാരണം BYDയുടെ EV വാഹനങ്ങൾ അത്രത്തോളം മികച്ച പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത്. ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും ബാറ്ററി എഫിഷ്യൻസിയുടെ കാര്യത്തിലാണെങ്കിലും ഇന്ന് BYD കുതിച്ചുയരുകയാണ്. ഇത് കാരണം തന്നെ BYD ബ്രാൻഡിൻ്റെ വാഹനങ്ങൾക്ക് ലോകമെമ്പാടും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ പല രാജ്യങ്ങളിലും ടെസ്ലയേക്കാൾ കൂടുതൽ കാറുകൾ ഇപ്പോൾ BYD വിറ്റൊഴിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ വിപണിയിലും ഈ പോർമുഖം തുറക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഈ ചാനലിൽ തന്നെ ഉടനെ BYD എന്ന ബ്രാൻഡും ടെസ്ല ബ്രാൻഡും കമ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇത്തരം വമ്പൻ കമ്പനികളോടൊപ്പം എങ്ങനെ ഇന്ത്യൻ കമ്പനികൾ ഒത്തുനിൽക്കും എന്നുള്ളതും ഇനി കണ്ട് അറിയേണ്ടതാണ്. ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.